ലൈഫ് പദ്ധതിയിൽ LDF സർക്കാർ നടപ്പാക്കിയ 4 ലക്ഷം രൂപയുടെ ഭവന പദ്ധതി 3 ലക്ഷമാക്കി വെട്ടിച്ചുരുക്കിയ നടപടി പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലൈഫ് പദ്ധതിയെ തകർക്കാനും കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുമടക്കാനുമുള്ള UDF സർക്കാർ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, നമുക്കറിയാം LDF സർക്കാരിന്റെ കാലത്ത് ജനകീയമായിരുന്ന പദ്ധതി, നിരവധി സാധാരണക്കാർക്ക് വീടുകൾ ലഭിച്ചുകൊണ്ടിരുന്ന പദ്ധതി, ആ പദ്ധതിയെയാണ് ഇല്ലായ്മ ചെയ്യാൻ, തകർക്കാൻ UDF അധികാരത്തിൽ വന്നപ്പോൾ ശ്രമിച്ചത്. എന്തായാലും അതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ലൈഫ് പദ്ധതിയിൽ LDF സർക്കാർ നടപ്പിലാക്കിയ 4 ലക്ഷം രൂപയുടെ ഭവന പദ്ധതി, അതാണ് 3 ലക്ഷമാക്കി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. അതിലുള്ള പ്രതിഷേധം തന്നെയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ നിലവിൽ ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രതിഷേധ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഭവനരഹിതർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ചിടപ്പാടം ഒരുക്കിയ ലൈഫ് പദ്ധതിയെ തകർക്കാനും കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുമടക്കാനുമുള്ള UDF സർക്കാരിന്റെ തീരുമാനം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് ഗുണഭോക്തൃ വിഹിതം ഈടാക്കാതെ ഉറപ്പാക്കിയ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഇപ്പോൾ UDF സർക്കാർ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ തകിടം മറിച്ചിരിക്കുന്നത്. അതിൽ PMAY നഗരം രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു നിബന്ധനകൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ്, ജനങ്ങളെ വഞ്ചിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ കൃത്യമായ രീതിയിൽ തന്നെ ഗുണഭോക്താക്കളിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി അവർക്ക് വീട് നിർമ്മിച്ച് പൂർത്തിയാക്കി അവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതിനെയാണ് ഇപ്പോൾ പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിലടക്കം വലിയ തോതിൽ വെട്ടിക്കുറവ് വന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിലും സാധാരണക്കാരെ ബാധിക്കുന്നതായിട്ടുള്ള നടപടികൾ അത് അവർക്ക് നൽകേണ്ട ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നു, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, സാധാരണക്കാർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ലൈഫിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്.